ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ മലയാളി ക്ലബ്ബ് എന്നൊരു ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. നമുക്കൊക്കെ അറിയാം, ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്ന വഴിയരികിലുള്ള അന്ധരായിട്ടുള്ള ആളുകളെ, വികലാംഗരായിട്ടുള്ള ആളുകളെ ഒക്കെ പല ആളുകളും പല രീതിയിൽ കബളിപ്പിക്കുന്നതായിട്ട്, പറ്റിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ധരായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരിൽ നിന്ന് ലോട്ടറി വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ മുങ്ങുകയും പിന്നെ 100 കൊടുക്കേണ്ടടുത്ത് 10 കൊടുക്കുക, 20 കൊടുക്കുകയൊക്കെ ചെയ്ത് പറ്റിച്ചത്. അതുപോലെ നമ്പർ, ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പർ, ഒറ്റ നമ്പറൊക്കെ മാറ്റി തിരുത്തി കൊണ്ടുവന്നിട്ട് സമ്മാനം വാങ്ങിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വാർത്തയാണ് ഈ ചാനലിലുണ്ടായിരുന്നത്. അതായത് വയസ്സായിട്ടുള്ളൊരു മനുഷ്യൻ, നല്ല പ്രായമായിട്ടുള്ളൊരു മനുഷ്യന്, അദ്ദേഹം തൻ്റെ ഉപജീവനത്തിനായിട്ട് ലോട്ടറി കച്ചവടം നടത്തുകയാണ്. ആ മനുഷ്യൻ്റെ 500-ൻ്റെ 2 നോട്ട് കൊണ്ട് കൊടുത്തിട്ട് ഏതോ ഒരു വ്യക്തി 12 ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയും അദ്ദേഹത്തിൻ്റെ 400 രൂപ മടക്കി വാങ്ങുകയും ചെയ്തു. അയാൾ പോയി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് പാവം ഈ വൃദ്ധന് തോന്നിയത് താൻ പറ്റിക്കപ്പെട്ടതാണോ, ഈ നോട്ട് ഒറിജിനൽ തന്നെ ആണോ എന്നൊരു സംശയം തോന്നിയത്. അതുകൊണ്ട് തന്നെ തൻ്റെ മുന്നിൽ കണ്ട ഒരാളോട് അദ്ദേഹം ചോദിക്കുകയാണ്, മോനെ, ഈ നോട്ട് ഒറിജിനലാണോ, നീ ഒന്ന് നോക്കുമോ എന്ന്. അപ്പോൾ അദ്ദേഹം ഈ നോട്ട് ചെക്ക് ചെയ്തപ്പോൾ ഇത് കളി നോട്ടാണ്. അതായത് കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന നോട്ടില്ലേ, കുട്ടികൾക്ക് നോട്ടിൻ്റെ വാല്യൂ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വേണ്ടി നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് കളി നോട്ട് വാങ്ങി കൊടുക്കും. അങ്ങനത്തെ 500-ൻ്റെ 2 കളി നോട്ടുകളായിരുന്നു ഇദ്ദേഹത്തിന് കൊടുത്തത്. എന്നിട്ട് 12 ടിക്കറ്റും 400 രൂപയും അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. എന്തൊരു ദ്രോഹിയാണെന്ന് ആലോചിച്ച് നോക്ക്. എത്ര മനസാക്ഷി ഇല്ലാത്തവനാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ആയിട്ട് ആ പ്രായത്തിലും ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ പറ്റിച്ചവൻ എത്രമാത്രം മനസാക്ഷി ഇല്ലാത്തവനാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ലജ്ജ തോന്നുകയാണ്. കാരണം അവനൊരു ആരോഗ്യമുള്ള ഒരാളെ പറ്റിക്കുകയോ വെട്ടുകയോ തട്ടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഒരു വിഷമം തോന്നില്ലായിരുന്നു. ഇത് ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന, പരസഹായം വേണ്ടി വരുന്ന ഒരു പ്രായത്തിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് അവൻ പറ്റിച്ചത്. എന്നിട്ട് അവൻ ഗുണം പിടിക്കും. അന്നത്തെ ദിവസം അവന് സന്തോഷമായിരിക്കും. കാരണം 12 ലോട്ടറി ടിക്കറ്റും കിട്ടി, 400 രൂപ അന്നത്തെ വട്ടച്ചെലവിനുള്ളത് കിട്ടി എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിറ്റേ ദിവസം മുതലേ അവൻ അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ്. അവനത് മനസ്സിലാക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള പാവങ്ങളെയൊക്കെ തട്ടിച്ചിട്ടും വെട്ടിച്ചിട്ടും ഒരാൾക്കും ഒന്നും നേടാൻ കഴിയില്ല. അങ്ങനെയൊക്കെ കുറേ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ ജീവിക്കാൻ കഴിയുന്ന ചില ആളുകളെ ചിന്തിക്കുന്നുണ്ടാവും. തൽക്കാല വിജയം ഉണ്ടാവും, ശരിയാണ്, അപ്പോഴത്തെ ഒരു വിജയം ഉണ്ടാവും. പക്ഷേ ഭാവിയിൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പലരും മനസ്സിലാക്കാതെ പോകുന്നൊരു പാഠമാണത്. അതുകൊണ്ട് തന്നെ അവൻ ആ പൈസ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനപ്പുറം കൊണ്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആ പൈസ അവന് ചിലവാക്കേണ്ടി വരും, ആ അദ്ദേഹത്തെ കബളിപ്പിച്ച, വഞ്ചിച്ച ആ പൈസ. കാരണം അവൻ ആകെ നേടിയതെന്ന് പറഞ്ഞാൽ ആ വൃദ്ധന്റെ പ്രാക്കും കണ്ണുനീരും ശാപമായിരിക്കും, അല്ലേ? അയാൾ മനസ്സുരുകി കരയുന്നുണ്ടാവും, മനസ്സിൽ ശപിക്കുന്നുണ്ടാവും. ദ്രോഹി എന്നെ പറ്റിച്ചല്ലോ, ഞാൻ ഈ പ്രായത്തിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എൻ്റെ പൈസ കൊണ്ടുപോയല്ലോ അവൻ, ഇവൻ ഇതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കും. നമ്മൾ ചിന്തിച്ചില്ലേ? ഇത് കാണുന്ന നമ്മൾ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ പിന്നെ അദ്ദേഹം എത്രമാത്രം ശപിച്ചിട്ടുണ്ടാവും. ആ ശാപം മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇനി അവൻ്റെ ജീവിതം. അവൻ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. താൽക്കാലിക സുഖം, താൽക്കാലിക നേട്ടം മാത്രമാണ് അവൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു വൃദ്ധനെ പറ്റിക്കാൻ അവന് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവൻ എവിടെ പോയാലും ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയത്. ആ വീഡിയോ കണ്ട ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു. എനിക്കൊന്ന് 4 ലക്ഷത്തോളം പേരോ മറ്റോ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ കണ്ട അത്രയും പേരും അവനെ ശപിച്ചിട്ടുണ്ട്. അത്രയും പേര് അവനെ ശപിച്ചിട്ടുണ്ട്. കാരണം ആ വൃദ്ധന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആരും ശപിച്ചു പോകും. അതുകൊണ്ട് തന്നെ അത്രയും പേരുടെ പ്രാക്കും ശാപവും മാത്രമാണ് അവൻ ആ 12 ടിക്കറ്റ് കൊണ്ടും 400 രൂപ കൊണ്ടും നേടിയെടുത്തത്.